നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രായമായ ആളുകൾക്ക്, അതായത് ഒരു 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ നിന്നും അറിയാതെ കേൾക്കാതെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് മാത്രമല്ല, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുമാണ് നമുക്കിത് ലഭിക്കാതെ പോകുന്നത്. മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ 40-30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട് വെക്കാനുള്ള ധനസഹായങ്ങൾ, വീട് റിപ്പയറിങ്ങിനുള്ള ധനസഹായങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ധനസഹായങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ധനസഹായങ്ങൾ പഞ്ചായത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മക്കളുടെ കല്യാണ കാര്യങ്ങൾക്ക്, അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മൾ അറിയാറില്ല. നമ്മുടെ ഗ്രാമസഭകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമസഭകളിൽ ഇതിനുള്ള ആനുകൂല്യങ്ങൾ വിതരണം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ അപേക്ഷാ ഫോറങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഒരുപാട് ആനുകൂല്യങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കാത്തത്. യഥാസമയത്ത് കറക്റ്റായി നമ്മൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാർഷിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും ഒരുപാട് സഹായങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഓരോ സമയത്ത് അതാത് സമയത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ പച്ചക്കറി കൃഷികൾക്ക്, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ടുകളും മറ്റും ലഭിക്കുന്നുണ്ട്. നമ്മൾ യഥാസമയത്ത് നമ്മുടെ വാർഡ് മെമ്പറുമായോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുമായോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ സെക്രട്ടറി ഉദ്യോഗസ്ഥരുമായോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് ചില സമയത്തെല്ലാം അപേക്ഷയില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. ഈ അടുത്ത് ഒരു ആനുകൂല്യമായിരുന്നു മത്സ്യകൃഷി. പക്ഷേ അതിന് അപേക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ പല പഞ്ചായത്തുകളിലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെയാണ് കേരഗ്രാമം പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു പഞ്ചായത്തുകളിൽ. നമ്മുടെ തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിനുള്ള ഓരോ സമയത്ത് തെങ്ങിനിടേണ്ട വളമകൾ, അതുപോലെ തന്നെ തെങ്ങ് തടം തുറക്കാനുള്ള ധനസഹായങ്ങൾ, തെങ്ങ് കയറ്റ മെഷീന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ധനസഹായങ്ങൾ പഞ്ചായത്ത് വഴി ലഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ പഞ്ചായത്തിലെ ഏതെല്ലാം പദ്ധതികളാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് അറിയുക. അതിനുശേഷം അപേക്ഷ യഥാസമയത്ത് കൊടുക്കുക. കറക്റ്റായി നികുതി രസീറ്റ്, ആധാർ കാർഡ്, ഫോൺ നമ്പർ, അങ്ങനെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമുള്ളൂ. ഏതായാലും നിങ്ങൾ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോ